ശ്ശേ! ഗാർഡൻ മൊത്തം പുല്ല് പിടിച്ചു. മൊത്തം കളയാണ് എന്നും പറഞ്ഞ് പറിച്ച് കളയാൻ നിൽക്കണ്ട. ഇത് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഇവിടെ നാട്ടിൽ നമ്മളിതിനെ കോമൺ ആയിട്ട് വിളിക്കാറ് മുത്തങ്ങ അല്ലെങ്കിൽ മുത്തങ്ങ പുല്ലെന്നൊക്കെയാണ്. നമ്മളിവിടെ 2 തരം പുല്ല് വെറൈറ്റീനെ മുത്തങ്ങ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. രണ്ടും മെഡിസിനലാണ്. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ് ഈ കാണുന്നത്, വെള്ള പൂവുണ്ടാവുന്നത്. അതുപോലെ തന്നെ നെൽക്കതിര് പോലെ പൂവുണ്ടാവുന്ന വേറൊരു ടൈപ്പ് ഓഫ് മുത്തങ്ങയുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതുപോലെ വെള്ളപ്പൂവുണ്ടാവുന്ന ഈ ഒരു മുത്തങ്ങ ചെടിയെക്കുറിച്ചാണ്. ഇതിനെ നമ്മൾ ബെൻസ് ചെടി എന്നും പണ്ട് വിളിക്കാറുണ്ട്. ഇതിൻ്റെ ബെൻസിൻ്റെ സിമ്പൽ പോലെ അറേഞ്ച് ചെയ്തേക്കുന്ന ഇലകൾ കാരണമാണ് അങ്ങനെ ഒരു പേര് കിട്ടിയത്. ഈ ചെടിയുടെ ഇംഗ്ലീഷിലെ കോമൺ പേരൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇത് സൈപ്രേസിയ ഫാമിലിയിലെ കലിംഗ ജനസിലെ ചെടിയാണ്. നമ്മളിതിൻ്റെ സ്പീഷീസ് പറയാത്തതിൻ്റെ കാരണം കലിംഗ ബ്രെവിഫോളിയ എന്നും കലിംഗ നെമൊറാലിസ് എന്നും പറഞ്ഞ 2 സ്പീഷീസുകളുണ്ട്. വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 സ്പീഷീസുകൾ. അപ്പോൾ ഈ കൈലിംഗ ബ്രെവിഫോളിയയുടെ ഒരു കോമൺ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കൈലിംഗ, ഷോർട്ട് ലീവ്ഡ് കൈലിംഗ, ഷോർട്ട് ലീവ് സ്പൈക്ക് എഡ്ജ്, പെരനിയൽ ഗ്രീൻ ഹെഡ് സെഡ്ജ്, ഗ്രീൻ വാട്ടർ സെഡ്ജ്, ജോയിൻറ്റ് ഫ്ലാറ്റ് സെഡ്ജ്, മുള്ളുബിംബൈ കൗച്ച്, കൈലിംഗ വീഡ് എന്നൊക്കെയാണ്. അതേസമയം കൈലിംഗ നെമൊറാലിസിൻ്റെ കോമൺ പേരുകൾ വൈറ്റ് ഹെഡ് സ്പൈക്ക് സെഡ്ജ്, വൈറ്റ് വാട്ടർ സെഡ്ജ്, വൈറ്റ് കൈലിംഗ, വൈറ്റ് ഫ്ലവേർഡ് കൈലിംഗ, പോവേർട്ടി ഗ്രാസ് എന്നൊക്കെയാണ്. ഇതിൻ്റെ പൂക്കളുടെ കളർ വെച്ചിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെവിഫോളിയയുടെ പൂക്കളുടെ കളർ ഗ്രീൻ തൊട്ട് യെല്ലോയിഷ് ഗ്രീൻ വരെയാണ്. അതേസമയം നെമൊറാലിസിൻ്റെ പൂക്കളുടെ കളറ് ഒരു ഗ്രീനിഷ് വൈറ്റ് കളറാണ്. പിന്നെ ബ്രെവിഫോളിയയ്ക്ക് ഒറ്റ സ്പൈക്കിൽ ഒരു പൂവാണ് ഒരു ചെടിയിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം നെമൊറാലിസിന് 1 തൊട്ട് 3 സ്പൈക്ക് വരെ ഉണ്ടാവാം. അതിൽ ആ ഓരോ സ്പൈക്കിലും ഓരോ പൂ വെച്ചിട്ടുണ്ടാവാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ ഒരു ചെടിയുടെ ഒരു ബെഡ് തന്നെ ആ ഏരിയയിൽ കാണാം. അതിൻ്റെ അകത്ത് ഒന്നിലും തന്നെ 1ൽ കൂടുതൽ സ്പൈക്ക് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. രണ്ടും കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ലെവൽ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൈലിംഗ ബ്രെവിഫോളിയ എന്നുള്ള ഒരു സ്പീഷീസ് ആയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ ചെടിയുടെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു 10 തൊട്ട് 30 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന ഒരു പുൽച്ചെടിയാണ്. ഒരു ബെൻസിൻ്റെ സിമ്പൽ പോലെയാണ് ഇതിൻ്റെ ഇലകൾ പൂവിന് ചുറ്റും അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല സ്ലിം ആയിട്ട് നീളം കൂടിയ 3 ഇലകളായിരിക്കും ഇതിനുണ്ടാവുക. അത് കൂടാതെ ഗ്രൗണ്ടിനോടടുത്ത് ഒരു 3 ഇലകളും കൂടി ഉണ്ടാവാം. ഇതിൻ്റെ പൂവും ഇലയും കൂടെ നിൽക്കുന്ന ആ ഒരു തണ്ട്, ഒരൊറ്റ തണ്ട് നടുക്കേകൂടെ പോകുന്നത്, അതിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഉണ്ടാവുക. അതായത് 3 ഫേസ് ഉണ്ടാവും. ഇത് ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. ഇതിൻ്റെ കിഴങ്ങുകളാണെങ്കിൽ ഗ്രൗണ്ടിന് ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് തന്നെ പുല്ല് വലിച്ചെടുത്താലും നമുക്ക് ആ ഒരു കിഴങ്ങ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതേസമയം നിമൊറാലിസ് എന്ന് പറഞ്ഞ ആ സ്പീഷീസിലെ കിഴങ്ങുകൾ ഗ്രൗണ്ടിനോട് അടുത്തായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സീഡ്സ് വളരെ ചെറുതായിരിക്കും, 1 സീഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു എർത്തി ടോൺ ആയിരിക്കും, ചെറിയൊരു കയ്പും ഉണ്ടാവും. അതിന് ഫ്ലേവറിനായിട്ടോ അല്ലാതെയോ അത് കൺസ്യൂം ചെയ്യാറില്ല. അതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫ്ലേവനോയിഡ്സും ടെർപ്പനോയിഡ്സും സ്റ്റിറോയിഡ്സും പോളിഫെനോൾസും എസെൻഷ്യൽ ഓയിൽസും ഒക്കെ തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കൽ കോമ്പൗണ്ട്സ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇലകളിലും അതുപോലെ റൈസോംസ്, അതായത് കിഴങ്ങിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ട് ഇതിൻ്റെ കിഴങ്ങുകൾ ഫാർമക്കോളജിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി മൈക്രോബിയലും സെഡേറ്റീവും അരോമാറ്റിക്കും ആയിട്ടുള്ള ടെർപ്പനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഹോർമോണൽ മോഡുലേഷനും ആൻറ്റി അഗ്രസീവ് എഫക്ട്സിനും വേണ്ടിയുള്ള സ്റ്റെറോയിഡ്സ് ഉണ്ട്. ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ്ങിനായിട്ടുള്ള ഫിനോളിക് ആസിഡ്സ് ഉണ്ട്. പിന്നെ അരോമാറ്റിക് ആപ്ലിക്കേഷൻസിനുള്ള വോളറ്റൈൽ ഓയിൽസും ഉണ്ട്. അതായത് നല്ല സുഗന്ധം തന്നെയായിരിക്കും ആ ഒരു കിഴങ്ങിനുണ്ടാവുക. ആ ഒരു പ്രോപ്പർട്ടി ചിലപ്പോൾ ഫാർമസ്യൂട്ടിക്സിനും താല്പര്യമായിരിക്കും, മറ്റുള്ള പ്രോപ്പർട്ടീസ് ഫാർമക്കോളജിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മെഡിസിനൽ യൂസസും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇൻറ്റേർണൽ ബെനിഫിറ്റ്സിലേക്ക്, അതായത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിലേക്ക് നമുക്ക് വരാം. ഇത് ദഹനക്കേടിനും വീർപ്പുമുട്ടലിനും ഗ്യാസിനൊക്കെ എതിരെ ഒരു ഡൈജസ്റ്റീവ് എയ്ഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് കൂടാതെ യൂറിൻ ഫ്ലോ പ്രൊമോട്ട് ചെയ്ത് മൂത്ര തടസ്സങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. പിന്നെ കിഡ്നി ഡീടോക്സിഫിക്കേഷനും വളരെ നല്ലതാണ്, കാരണം ഇതൊരു ഡയൂറിറ്റിക് ആണ്. പിന്നെ ഇത് റെസ്പിറേറ്ററി സപ്പോർട്ടിനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതായത് ചുമ, കഫം, ആസ്മ, ചെസ്റ്റ് കൺജഷനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു സെഡേറ്റീവും ആങ്സിയോളിറ്റിക്കുമാണ്. അതായത് നെർവസ് സിസ്റ്റം ഒക്കെ കാം ചെയ്ത് അഗ്രഷനും ആങ്സൈറ്റിയും കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടി ഇതിനുണ്ട്. ഇതൊക്കെ കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. പിന്നെ
ഏജിങ്ങും സ്ലോ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ അതിൻ്റെ ഇന്റേണൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കിൻ ഹീലിംഗ്, അതായത് മുറിവ്, റാഷസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്. പേശിവേദന അല്ലെങ്കിൽ മസിൽ സോർനെസ്, തലവേദന, അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസ്, അതായത് സന്ധിവേദന എന്നിവയ്ക്കൊക്കെ നല്ല റിലീഫ് നൽകുന്ന ഒന്നുകൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഇതൊരു ആന്റി മൈക്രോബിയലും ആന്റി ഫംഗലും കൂടിയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ യൂസസ്. ഇനി പണ്ട് കാലങ്ങളിൽ ഇത് ഒറ്റമൂലിയായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ കിഴങ്ങെടുത്ത് തിളപ്പിച്ച് പാലിലൊക്കെ തിളപ്പിച്ച് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് വിരശല്യം മാറ്റാനായിട്ട്. ഇത് കുട്ടികളിലുണ്ടാകുന്ന വയറിളക്കം, ദഹനക്കേട് എന്നതിനൊക്കെ നല്ലതാണ്. അത് കൂടാതെ തന്നെ ശരീരപുഷ്ടിക്കും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കിഴങ്ങെടുത്ത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാറുമുണ്ട്. പണ്ട് കാലത്ത് ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്കൊക്കെ തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഇതിൻ്റെ ഒരു ടോക്സിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറലി ഇത് നോൺ ടോക്സിക് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈവൻ ഒറ്റമൂലിയിൽ വരെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. എന്നാലും എക്സസീവ് യൂസ് നല്ലതായിരിക്കില്ല. അത് ഈ ചെടി മാത്രമല്ല, ഒരു സാധനവും എക്സസീവായിട്ട് യൂസ് ചെയ്താൽ നല്ലതായിരിക്കില്ല. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ സോയിൽ സ്റ്റെബിലൈസേഷന് വളരെ നല്ലതാണിത്. അതായത് സോയിൽ ഇറോഷനൊക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു ഇൻവാസീവ് സ്പീഷീസ് ആണ്, പക്ഷേ ഹൈലി മെഡിസിനൽ വാല്യൂ ഉള്ള ഒന്നുകൂടിയാണ്. മണ്ണിലുള്ള പൊല്യൂട്ടൻസും അതുപോലെ തന്നെ വെള്ളവും ഒരുപാട് വലിച്ച് സ്റ്റോർ ചെയ്യണ ഒരു ഫൈറ്റോ റെമഡിയേഷൻ പ്രോപ്പർട്ടി കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ കാട്ടുചെടി പോലെ വളരെ ഇൻവാസീവായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. മെയിനായിട്ട് മോയിസ്റ്റ്, ലോമി, ക്ലേ റിച്ച് സോയിലാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫുൾ സൺലൈറ്റോ പാർഷ്യൽ സൺലൈറ്റോ മതി ഇതിന് വളരാനായിട്ട്. റൈസോംസോ സ്റ്റോളൻസോ സീഡ്സോ വഴി പ്രൊപ്പഗേഷൻ നടക്കും. പൂന്തോട്ടങ്ങളിലും ലോണിലും ഗാർഡനിലും വയലുകളിലൊക്കെ തന്നെ കളയായിട്ട് വളരുന്ന ഒന്നുകൂടിയാണ്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടീസും മെഡിസിനൽ വാല്യൂസും ഉള്ള ഒരു റിഫ്രഷിംഗ് ഹെർബൽ ടീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണിത്. പക്ഷെ അത് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് പരാഗ്വേയിലാണ് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കും വേണമെങ്കിൽ അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ സ്കിൻ ആൻഡ് സ്റ്റൊമക്ക് എയിൽമെന്റ്സിലാണ് കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യാറ്. ഇത്രയധികം മെഡിസിനൽ വാല്യൂസ് ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതൊരു കളയായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.